അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹ്സിനയുടെ വീട്ടിൽ അവൾ ഒരിക്കലും അറിഞ്ഞിട്ടില്ല തൻ്റെ പ്രിയപ്പെട്ട സിനാൻ ജയിലിനകത്താണെന്ന്. അവളോട് ആരും പറഞ്ഞതുമില്ല. എല്ലാ നിമിഷവും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തിരിക്കുകയാണ് അവൾ. അല്ലാ റബ്ബേ, എന്നെയും സിനാനെയും സമൂഹം സമ്മതിക്കുന്നില്ല ജീവിക്കാൻ. അതവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും റബ്ബേ, എവിടെയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സിനുവിന് നീ സന്തോഷം കൊടുക്കല്ല. യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും അദ്ദേഹത്തിന് ഉണ്ടാവരുതേ അല്ല. മുഹ്സിന അതുതന്നെയാണ് ദുആ ചെയ്തു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തൻ്റെ പ്രിയപ്പെട്ട സിനാൻ ജയിലിനകത്താണ്, അല്ലെങ്കിൽ സ്റ്റേഷനിലെ ലോക്കപ്പിലായിരുന്നു, അടി കൊണ്ടിരുന്നു എന്നൊന്നും അവൾ അറിഞ്ഞില്ല. അവളെ ആരും അറിയിക്കരുതെന്ന് പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു. അന്ന് ഉമ്മ മകനും കൂടെ അടുക്കളയിൽ മകൻ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ, എന്താ മോനെ? നമ്മുടെ മുഹ്സി രക്ഷപ്പെട്ടതാണമ്മ. എന്തെടാ, പിന്നെന്തെങ്കിലും? അല്ലേ, അതിപ്പോൾ ഭയങ്കര പ്രശ്നമാണ് എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ. എൻ്റെ മോനെ, അതിപ്പോൾ മോൾക്ക് നമ്മൾ കൊടുത്ത ആ ഒരു ഗോൾഡും ഡയമണ്ടും അതും കാണുന്നില്ല. ആകെ അവിടെ പോലീസുകളൊക്കെ സെർച്ച് ചെയ്തപ്പോഴൊന്നും അത് കാണുന്നില്ലമ്മ. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അവനെക്കുറിച്ച്. അവനത്രക്കും അതൊക്കെ എവിടെയോ കൊണ്ടുപോയി വിറ്റുവോ, പിന്നെ അതിനെടുക്കുന്ന ടൂറ് പോയിരുന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കണ്. മോനെ, പഠിച്ചോനെ, നമ്മൾ കഴിച്ചില്ലായിരുന്നു പറയല്ലേ. പക്ഷെ ഈ കുട്ടിയോട് എത്ര പറഞ്ഞിട്ടും കുട്ടി കേൾക്കണില്ല. കുട്ടിക്ക് അത് എത്രയൊക്കെ തന്നെയായിട്ടും അതിൽ നിന്ന് പിന്തിരിയാൻ തോന്നുന്നില്ല ഉമ്മ. പിന്നെ അല്ല മോനെ, ഓനിപ്പോൾ എവിടെയാണ്? പോലീസുകാരൊക്കെ വിട്ടേക്കില്ലേ? എവിടെ ഉമ്മ, ഓൻ അഴിയെണ്ണാണ്. അഴിയെണ്ണേ? ആ ഉമ്മ, ഓനിപ്പോൾ ജയിലിലെത്തിക്കണ്. അതായത് ആരെങ്കിലും ജാമ്യത്തിന് ഇറക്കാലും ഇതിനൊക്കെ വരണം. പിന്നെന്ന് വെച്ചാൽ ജാമ്യമില്ലാത്ത അറസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തൊക്കെയാ അറിയില്ല. നമുക്ക് ആ വിഷയത്തിലൊന്നും കുഴപ്പമില്ല. അതായത് നമുക്കിപ്പോൾ നമ്മളെ മോളെ കിട്ടിയാലും മതി, മോൾക്ക് കൊടുത്ത് ഗോൾഡും കിട്ടിയാൽ മതി, അതേ ഉള്ളൂ. അതിനിപ്പോൾ നഷ്ടപരിഹാരമായിട്ടായാലും എങ്ങനെയായാലും വേണ്ടില്ല. കാരണം ഓൾക്ക് കൊടുത്തതല്ലേ നമ്മൾ. അങ്ങനെ ഒരു ചെയ്യുന്ന ഒരിക്കലും ശരിയല്ലല്ലോ ഉമ്മ. ഒരാളെ ഉപദ്രവിക്കണം, അതിനൊന്നും എനിക്ക് ആഗ്രഹമില്ല മോനെ. എന്നിട്ട് എന്തായി? ഉമ്മ, അവനിപ്പോൾ ജയിൽവാസാണ്. പഠിച്ച റബ്ബേ മോനെ, അത്ര വലിയ ശിക്ഷയൊന്നും കൊടുക്കേണ്ടില്ലായിരുന്നു. നമുക്ക് നമ്മളെ കുട്ടിനെ കിട്ടിയല്ലോ, എന്തൊക്കെ തന്നെ ആയാലും. പാവം. ഉമ്മക്ക് എന്താ വിഷമമുണ്ടോ മോനെ? ഇത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം. കാരണം എനിക്കിപ്പോൾ നിൻ്റെതേപോലെ തന്നെയല്ലേ അവനും. ഉമ്മ, അപ്പോൾ അവൻ ഉപദ്രവിച്ചതും കാട്ടിക്കൂട്ടിയതൊക്കെ എന്താ അറിയണില്ല മോനെ. എനിക്കതങ്ങോട്ട് ഓൻ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ തോന്നിയപ്പോണ് ഉമ്മ. നമ്മളെ കൺമുമ്പിൽ വെച്ചിട്ടുണ്ടല്ലേ അവരുടെ ഉമ്മയൊക്കെ പറഞ്ഞത്. പിന്നെന്താ ഉമ്മാക്ക് ഇത്രത്? എൻ്റെ പൊന്നു മോനെ, തൽക്കാലം ഓളറിയണ്ട, ഓളെ ജീവൻ്റെ ജീവനാണ് ഓനെ. പാവൻ്റെ കുട്ടി. അല്ല ഉമ്മ, നിങ്ങളെന്തിനു വിഷമിക്കണേ? അത്രക്കും വലിയൊരു കുറ്റവാളിൻ്റെ അടുത്ത് നമ്മളെ മോൾ രക്ഷപ്പെട്ടില്ലമ്മ. പിന്നെന്താ മോനെ, അതൊക്കെ ശരിയായിരിക്കാം, എന്നാലും പൊന്നു മോനെ പറഞ്ഞു പോരുത് കേട്ടോ. അവള് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും. ഇല്ലമ്മ, ഞാൻ പറയുന്നില്ല, നിങ്ങളായിട്ട് പറയണ്ട. എന്തൊക്കെ തന്നെയാലും ഞാൻ ഒരു സംഭവം എഴുതി കൊടുക്കണം മോനെ. എന്ത്? ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ഞങ്ങൾക്ക് ആ ഒരു നഷ്ടപ്പെട്ട ആ ഒരു സ്വർണ്ണാഭരണത്തിൻ്റെ അത് തിരിച്ചു കിട്ടിയാൽ മതി. അല്ലാതെ ഒരിക്കലും പ്രതിയെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് ഉമ്മ ഞാൻ എഴുതി കൊടുക്കാം. പൊന്നു മോനെ, അതൊക്കെ ഇനി വില പോവോ എനിക്കറിയില്ല. എന്തൊക്കെ തന്നെയാലും രക്ഷിച്ചാൽ മതിയായിരുന്നു. ഒന്നുമില്ലെങ്കിൽ ഓലമ്മാക്കും ഉപ്പാർക്കും എത്ര വേദന ഉണ്ടാവും. ഹേയ് ഉമ്മ, അതുണ്ടാവില്ല. ഉമ്മാക്ക് വേദന ഉണ്ടാവില്ല. അതെന്താ മോനെ, പെറ്റ തള്ളർക്ക് വേദന ഇല്ലാതിരിക്കുമോ? അതെനിക്ക് വിശ്വാസമില്ലമ്മ. കാരണം അത്രക്കൊരു കസ്വത്തിൽ കൽബുള്ള ആളാണ് ഓരമ്മ. അപ്പോൾ അത് മോനെ, നിനക്ക് അങ്ങനെ തോന്നാടാ. ഏതെങ്കിലും ഉമ്മമാർക്ക് അങ്ങനെ കഴിയോ? ഉമ്മ, മക്കൾ ഉമ്മമാരെ കൊല്ലണ കാലം നേരെ തിരിച്ചും ഉമ്മമാർ മക്കളെ അങ്ങനെ എത്ര ഉമ്മ. ഉമ്മക്കറിയില്ല ഈ ലോകം അതാകെ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്യാനും ഒരു മടിയില്ലാത്ത കാലാണ്. ഭാര്യയെ, ഭർത്താവിനെ, അങ്ങനെ എന്തൊക്കെ ഉമ്മ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ. കാരണം ഒരുപാട് ആളുകൾ തമ്മിൽ സ്വന്തം ഉമ്മയേതെന്നോ മകനേതെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത കാലമായിട്ടുണ്ട്.
പിന്നെന്ന് വെച്ചാൽ ഓരോന്ന് കേൾക്കുന്നില്ലേ, ഒരു കുടുംബത്തിൽ 2, 3, 4 പേരൊക്കെ വെട്ടിക്കൊലപ്പെടുത്തുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എത്ര ഉമ്മ. അതൊക്കെ മോനെ എന്നാലുടാ എനിക്ക് വല്ലാത്തൊരു വേദന. സംഭവം എന്തൊക്കെ തന്നെ ആയാലും അവനിപ്പോൾ ഗോൾഡ് എടുത്തിട്ടുണ്ടെങ്കിലും അവനത് സത്യം പറഞ്ഞാൽ പോരെ. അവന് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം എന്തായാലും ഓക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ പേരിലാണ് ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. മോനെ പാവം, അവൻ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഉമ്മ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളെ കുട്ടിയെയും കുട്ടിയുടെ ആഭരണങ്ങളും കിട്ടിയാൽ മതി, നമുക്കല്ലാതെ വേറൊന്നും വേണ്ട. നഷ്ടപരിഹാരമായിട്ടൊന്നും ഞാൻ ആവശ്യപ്പെടുന്നുമില്ല. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അവനിപ്പോൾ എന്താ ചെയ്യുക? എന്നാൽ അതാ അത് കേട്ടുകൊണ്ട് മുഹ്സിന വരുന്നു. ഉമ്മ, ഇക്കാക്ക എന്ത് പറയുന്നത്? എന്ത് നിങ്ങൾ പറയുന്നത്? ഏയ് അതല്ല മോളെ, അതെ ഗോൾഡൊക്കെ കാണാതെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേ അത് തിരിച്ചു തന്നാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് പറയായിരുന്നു. ഒരിക്കലും സിനാൻ ജയിലിലാണെന്നുള്ള കാര്യം അവളോട് പറഞ്ഞതേയില്ല. ഇക്കാക്ക എനിക്ക് ആ ഗോൾഡൊന്നും വേണ്ട. എന്തിനാ ഗോൾഡ്? അല്ലെങ്കിലും അത്ര ഗോൾഡും ഡയമണ്ടൊക്കെ പെട്ടിയിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാനെന്നല്ലാതെ അത് യൂസ് ചെയ്യുന്നില്ലല്ലോ. മോളെ അത് നമുക്കങ്ങനെ വെറുതെ കളയാൻ പറ്റുമോ? എത്ര ലക്ഷത്തിൻ്റെ മുതലാണ്? ഏകദേശം 1 കോടിയോളം രൂപയാണ്. അതായത് നമ്മൾ സാധാരണക്കാർക്ക് നമുക്ക് വാങ്ങാൻ കഴിയില്ല. പക്ഷേ അറേബ്യയിലെ ആ ഒരു അറബിയുമ്മ തന്നതല്ലേ, അതൊക്കെ നമ്മളതങ്ങനെ വെറുതെ കളയാൻ പാടുണ്ടോ? ഉമ്മ ഒന്നും വേണ്ട, പണ്ടും വേണ്ട, സ്വർണം ഡയമണ്ടും ഒന്നും വേണ്ട. പിന്നെന്താ മോളെ? ഉമ്മ എനിക്ക് സിനുവിനൊന്ന് കാണിച്ചു തരുമോ? കാണാനുള്ള കൊതി കൊണ്ടാണ് ഉമ്മ. ശരിക്കും അതാ അവൻ്റെ ഹൃദയവും വല്ലാതെ വേദനിച്ചു. പാവം എൻ്റെ പെങ്ങൾ പറയുന്നത് കേട്ടിട്ട്. മോളുടെ ഭാവി ഓർത്തിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്തത് എനിക്കറിയാലോ. പിന്നെ ഇനിയിപ്പോൾ മോൾക്ക് വേറെ കല്യാണം നോക്കിയിരിക്കും നല്ലത്. ഇക്കാക്ക വേണ്ട, ഒരിക്കലും എനിക്കതിനെക്കുറിച്ച് ചിന്തിക്കരുത് പ്ലീസ്. മോളെ നമുക്ക് ഈ ബന്ധങ്ങൾ ഒഴിവാക്കുക, അതായിരിക്കും നല്ലത്. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയിട്ടും പൊങ്ങിയിട്ടും അങ്ങനത്തെ ഒരു ജീവിതമാണോ എൻ്റെ കുട്ടി ആഗ്രഹിക്കുന്നത്? ഇക്കാക്ക നല്ല സോലിഹായ ഭർത്താവിനെ നിനക്ക് കണ്ടുപിടിച്ച് തരാം, അതായിരിക്കും നല്ലത്. ഇക്കാക്ക വേണ്ട പ്ലീസ്, ഭർത്താവില്ലെങ്കിലും വേണ്ടിയില്ല, എനിക്ക് മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കൂല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴും അവൾ ഓർത്തത് തൻ്റെ സിനുവിനെ കുറിച്ചായിരുന്നു. സിനു ഇന്നല്ലെങ്കിൽ നാളെ സിനു വരുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ എന്നെ ഡൈവേഴ്സ് ചെയ്യരുതേ, ഒരിക്കലും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും സിനുവിനെ എനിക്ക് ഒന്ന് കാണാൻ പോലും പറ്റില്ല, അതുറപ്പാണ്. അവൾ പടച്ചിറബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. സിനാനെ ജയിലിലേക്ക് കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ സിനയുടെ ആങ്ങൾക്കും ഉമ്മാക്കും അത് വല്ലാത്തൊരു വിഷമായി. അത്രയൊന്നും ശിക്ഷിക്കേണ്ടില്ലായിരുന്നു, എന്തൊക്കെ തന്നെയാലും പറ്റിപ്പോയി. ഒരുപാട് കരഞ്ഞ് ക്ഷമയും ചോദിച്ചതാണ്. പിന്നെ അത് വല്ലാത്തൊരു വേദനയായിപ്പോയി. ഉമ്മ ഞാൻ എൻ്റെ പരാതിയൊക്കെ പിൻവലിക്കാൻ വേണ്ടി പറയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഗോൾഡ് അത് മാത്രം മതി നമുക്ക്. മോള് നമ്മളെടുത്തുണ്ട്, അല്ലാതെ ഒന്നിനും. മോനെ ശരിയാണടാ, മനുഷ്യന്മാരല്ലേ ജയിലിൽ കയറ്റുമെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്തൊക്കെയോ അവിടെ ശിക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ടും ജോലിയായിട്ടും അങ്ങനെ ഓരോന്ന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഠിച്ചോനെ നീ കാത്തു രക്ഷിക്കല്ല. പെട്ടെന്ന് അവരുടെ വാതിലിൽ ഒരു കോളിംഗ് ബെൽ മുഴങ്ങി. മോനെ ആരാടാ, ഒന്ന് പോയി നോക്ക്. പോയി നോക്കട്ടെ. മുഹ്സിനയുടെ ആങ്ങളാതാ സിറ്റൗട്ടിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നു. നിങ്ങൾ ആരാണെന്ന്? എൻ്റെ പേര് ജസീല്. ആഹാ, ജസീൽ എവിടെ നിന്ന്? അത് ഞാൻ ഇവിടുത്തെ നിങ്ങളുടെ അളിയൻ്റെ ഫ്രണ്ടാണ്. അളിയൻ്റെ ഫ്രണ്ടോ? ആ അതെ, ഞാൻ സിനാൻ്റെ ഫ്രണ്ടാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. എന്തിനെ കുറിച്ചാണ് നിനക്ക് അറിയാനുള്ളത്? ഒന്നുമല്ല, സിനാനെ കുറിച്ച് തന്നെ എനിക്ക് കുറച്ച് പറയാനുണ്ട്. മര്യാദ എന്ന വേണം അവർ അവനോട് കയറിയിരിക്കാൻ പറഞ്ഞു. ഇരിക്കും മോനെ, എന്നാൽ ഇരുന്നോളൂ, ഇരുന്ന് സംസാരിച്ചോളൂ. പിന്നെ സിനാനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ലേ? അതങ്ങനെയൊന്നും അല്ല കേട്ടോ, ഒരിക്കലും. അവന് തെറ്റിദ്ധാരണ മൂലമാണ് അങ്ങനെ പെട്ടുകിടക്കുന്നത്. ഇപ്പം അവന് ജയിലിലാണ്. ഞാൻ ജാമ്യത്തിൽ ഇറക്കാൻ വരെ പോയിട്ട് വരെ പോലീസുമാർ ഞാനും കൂടെ അതിന് പങ്കുണ്ടെന്ന പേരിൽ ആട്ടി ഓടിക്കുകയായിരുന്നു. പിന്നെ നിങ്ങളുടെ ഗോൾഡൻ ഡയമണ്ട് അത് ഞങ്ങളെടുത്തു, അവനെടുത്തു എന്നുള്ള പേരിലൊക്കെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
ഒരിക്കലും സിനാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അവനതിൻ്റെ ആവശ്യമില്ല. അവന് നല്ല ജോലിയും കാര്യങ്ങളും ഗൾഫിൽ സെറ്റപ്പായ ആളല്ലേ. പിന്നെ എന്തിനാണ് അത് സ്വന്തം ഭാര്യയുടേത്? അതൊന്നും ശരിക്കും ഒരിക്കലും അവർ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അതായത് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കിയത് അത് അവൻ്റെ ഫാമിലി തന്നെയാണ്. അവൻ്റെ ഉമ്മയും ഒക്കെ ബാക്കിയുള്ളവരെ കാണുമെന്ന് തോന്നുന്നു. പക്ഷെ ഒരിക്കലും അവനങ്ങനെ ചെയ്യുന്ന ആളല്ല. ഞാൻ എൻ്റെ കാര്യം ആരോടെങ്കിലും പറയാൻ ഉണ്ടായിട്ടാണ് നിങ്ങളുടെ വീട് ചോദിച്ചറിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. ഞാനിവിടെ അധിക കാലമൊന്നും ഉണ്ടാവില്ല. ഞാൻ ലീവിന് വേണ്ടി എൻ്റെ പഠനം കഴിഞ്ഞപ്പോൾ വന്നതാണ്. ഇനി ഗൾഫിലേക്ക് തന്നെ പോകണം തിരിച്ച്. അപ്പോൾ ഞാനും സിനാനും ഇങ്ങനെ സംസാരിച്ചിരുന്നു ഞങ്ങളൊരുമിച്ച് പോകുന്നതിനെ കുറിച്ചൊക്കെ. പക്ഷേ സിനാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അവനിപ്പോൾ ജയിലിലാണ്, എണ്ണി നിൽക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും അത് വല്ലാത്തൊരു വിഷമം. കാരണം ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര, എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയില്ല, അവനെനിക്ക് എൻ്റെ കൂടപ്പിറപ്പ് പോലെയാണ്. എൻ്റെ സ്വന്തം അനിയനെ പോലെ അല്ലെങ്കിൽ ജ്യേഷ്ഠനെ പോലെ ഞങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ ഭാഗത്തെങ്കിലും വന്ന് പറഞ്ഞ് നിങ്ങളുടെ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഉമ്മയും ആങ്ങളെയും അത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഇതൊക്കെ സത്യമായിരിക്കോ പറയുന്നത്? അല്ലെങ്കിലും പല തട്ടിപ്പിനും വേണ്ടി പലരും വരും. അള്ളാഹു കാക്കട്ടെ. മുഹ്സിന മുകളിലത്തെ റൂമിലാണ്. താഴെ ആരോ വന്നിട്ടുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ അവൾക്ക് മനസ്സിലായി. പക്ഷെ താഴേക്ക് വരാൻ ധൈര്യമില്ല. ഇനി വന്നാൽ തന്നെ അവരെന്തെങ്കിലും പറയും. അവൾ പഠിച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ റഹ്മാനെ സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ അല്ലാ. അതായിരുന്നു അവൾ പ്രാർത്ഥിച്ചിരുന്നത്. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ഫ്രണ്ട് ജസീലാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമൊന്നും അവൾക്ക് അറിയുകയേയില്ല. തൻ്റെ പ്രിയപ്പെട്ട സിനു അഴിക്കകത്താണെന്നുള്ള കാര്യം അതും അവൾക്കറിയില്ല. പഠിച്ചോനെ, സിനു എവിടെയാണ്? അവൾക്ക് അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വളരെയധികം പെട്ടെന്ന് ഡൈവോഴ്സ് ചെയ്യണമെന്നുള്ള തീരുമാനത്തിലാണ് ഇവർ വീട്ടുകാർ തമ്മിലും ഉള്ളത്. മുഹ്സിനയുടെ മുമ്പിൽ നിന്നൊന്നും അവർ അതൊന്നും പറയുന്നേയില്ല. കാര്യങ്ങൾ പെട്ടെന്ന് റെഡിയാക്കണം. വിവരം അവരുടെ ഉപ്പയോട് വിളിച്ചു പറയുന്നു, സിനാൻ്റെ ഉപ്പയോട്. അതേ, ഞങ്ങളെ കുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ ടെൻഷനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഡൈവേഴ്സ് ആവശ്യപ്പെടുകയാണ്. അതായത് ഞങ്ങൾ ഒഴിവാക്കി തരണം നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് എൻ്റെ കുട്ടിയെ. അവളുടെ ആങ്ങളയുടെ ആ ഒരു വാക്കുകൾ കേട്ട ഉപ്പ പറഞ്ഞു, അതാണ് നല്ലത്. എനിക്കും തോന്നിയിട്ടുണ്ട്. അല്ലാതെ ആ കുട്ടി ഇവിടെ വരുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടാണ്. ഒരിക്കലും കഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരുപാട് വേദനിച്ചതാണ്. ഇനി അവളുടെ സ്വന്തം വീട്ടിൽ സുഖമായി അവൾ നിന്നോട്ടെ ഇൻഷാ അല്ലാഹ്. ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനാണ് ഈ ഒരു വിവാഹത്തിന് വേണ്ടി മുൻകൈ എടുത്തതും എന്നോട് എൻ്റെ അറബിയമ്മ പറഞ്ഞതും കാര്യങ്ങളൊക്കെ. പക്ഷേ പ്രശ്നങ്ങൾ ഈ രീതിയിലേക്ക് വഴിത്തിരിവാവും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരിക്കലും അവരുടെ നല്ല ജീവിതം, നല്ല ഭാവി ഓർത്തിട്ടാണ് ഞാൻ അതിനു വേണ്ടി നിന്നത്. അപ്പോൾ ഇനി കാര്യങ്ങൾ എങ്ങനെ വെച്ചാൽ ഡൈവോഴ്സിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. അതായിരിക്കും നല്ലത്. ആ പിതാവ് കരയുന്നുണ്ടായിരുന്നു. എൻ്റെ കുട്ടി ഏതായാലും അഴിക്കുള്ളിലെത്തിയില്ലേ. എൻ്റെ കുട്ടിൻ്റെ വിധി അങ്ങനെ ആയിപ്പോയി, എന്തപ്പോൾ ചെയ്യുക? ആ പിതാവ് കണ്ണീർ തുടക്കുന്നുണ്ടായിരുന്നു. അതിൽ മുഹ്സിയുടെ ആങ്ങള് പറഞ്ഞു, അതേ, നിങ്ങൾ വിഷമിക്കണ്ട. കാരണം ഓരോരുത്തരുടെ ജീവിതത്തിൽ വരാനുള്ളതൊക്കെ വരണ്ടേ. വരാനുള്ളത് വൈക്ക് തങ്ങൂലെന്നൊക്കെയാണല്ലോ പറഞ്ഞു കേൾക്കലേ. എന്താ ചെയ്യുക? എൻ്റെ മോനെ നിങ്ങൾ പരാതി ഒഴിവാക്കി ഒന്ന് രക്ഷപ്പെടുത്തോ? ആ പിതാവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ എഴുതി കൊടുക്കാൻ പോകണ പരാതിയൊന്നും എനിക്കില്ല. എനിക്ക് ആ ഗോൾഡിൻ്റെയും ഡയമണ്ടിൻ്റെയും കാര്യത്തിൽ തീരുമാനമായാൽ മതി എന്നുള്ളത്. അതിവിടെ നിന്ന് എവിടെ പോകാനാ? ഒരിക്കലും എൻ്റെ സിനാന് അതൊന്നും എടുക്കൂല, അതെനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അവൻ്റെ പേരിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പൊന്നു മോനെ, എൻ്റെ കുട്ടിനെ എന്തിനാണ് എല്ലാവരും ഇടങ്ങാറാക്കുന്നത്? ഞാൻ എൻ്റെ സ്ഥലവും എൻ്റെ മുതലും എല്ലാം വിറ്റിട്ട് ഞാൻ തരാം നിങ്ങൾക്ക് നിങ്ങളുടെ ആഭരണങ്ങൾ. അത് എവിടെയൊക്കെ തന്നെ ആയാലും എൻ്റെ മോൻ്റെ ജയിൽ മോചനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും എൻ്റെ കുട്ടിയുടെ തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ മുതൽ മുഴുവൻ വിറ്റിട്ട് ഞാൻ നിങ്ങൾക്ക് തരാനുള്ളത് എന്താ വെച്ചാൽ തരാം. നിങ്ങൾ പറഞ്ഞോളൂ, അതൊന്നൊരു കുഴപ്പമില്ല. നിങ്ങൾ കേസ് പിൻവലിക്കണം, എൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്തണം. ആ പിതാവ് കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇതെല്ലാം കേട്ട് ഫിർദൗസിൻ്റെ മനസ്സും അലിയുന്നു. റബ്ബേ, പാവം മനുഷ്യൻ, അള്ളാഹുവേ പുറത്തു തരണേ അല്ലാ.
സിനാൻ്റെ ഉപ്പ കരയുകയാണ്. ശരിക്കും മുംതാസിൻ്റെ ആങ്ങൾക്ക് അത് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അതെ, നിങ്ങൾ വിഷമിക്കല്ലേ, ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മോൾക്ക്, എൻ്റെ പെങ്ങൾക്ക് ഒരു കല്യാണം ശരിയാക്കാൻ വേണ്ടി നോക്കട്ടെ. അപ്പോൾ മനസ്സത്തെ വിഷമവും കാര്യങ്ങളും ഒക്കെ അങ്ങനെ പോയിക്കോളും ഇൻഷാ അല്ലാ. സിനാൻ്റെ ഉപ്പ വിതുമ്പിക്കരഞ്ഞു. റബ്ബേ, എൻ്റെ മുതൽ മുഴുവൻ വിറ്റിട്ടും ഞാൻ എൻ്റെ കുട്ടിയെ രക്ഷിക്കും, അല്ലാതെ ഒരിക്കലും എൻ്റെ പൊന്നുമോൻ. സിനാൻ്റെ ഉപ്പ പൊന്നുമോനെ ഓർത്ത് പൊട്ടി പൊട്ടി കരഞ്ഞു. പെട്ടെന്ന് ഉമ്മ, എന്താ മൂങ്ങണത് കിടന്നിട്ട്? എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി. നാണല്ലല്ലോ, മോൻ തെറ്റ് ചെയ്തതിന് ശിക്ഷ അനുഭവിക്കട്ടെ, അതിനിപ്പോൾ നിങ്ങൾ മോങ്ങി കരയണത്? എടി എൻ്റെ പൊന്നു മോന്, എൻ്റെ കുട്ടിക്ക് സഹിക്കാൻ കഴിയാത്ത ജോലിയും കാര്യങ്ങളും ഒക്കെ അവിടുന്ന് കൊടുക്കുന്നുണ്ടാവും. സഹിക്കാൻ കഴിയാത്ത പ്രഹരം എൻ്റെ കുട്ടി ഏൽക്കുന്നുണ്ടാവും. എന്നാൽ നിങ്ങൾക്കും 2 ദിവസം പോയി കിടന്നാൽ പോരേനോ? ഇത്ര പൂതി ഉണ്ടെങ്കിൽ. അത്രക്കും ഒരു കണ്ണിൽ ചോരയില്ലാത്ത സംസാരമായിരുന്നു സിനാൻ്റെ ഉമ്മാൻ്റേത്. ഇവിടെ കിടന്ന് ഇങ്ങനെ മൂങ്ങാണ്. പറ്റാത്തവരാണ് പോട്ടെ, ശിക്ഷയൊക്കെ അനുഭവിച്ചുകൊണ്ട് വരട്ടെ. ഇവിടെ ഒരുത്തി നിൽക്കുന്നുണ്ടല്ലോ, ഒരു പെണ്ണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ വേദന ഉണ്ടാ? നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളെ മൊസി എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവിടത്തോളെ കുറിച്ചൊന്നും ഒരു ഇതും ഇല്ല. അത് നിനക്കുള്ള ഗിഫ്റ്റല്ലേ, നിനക്കുള്ള മരുമകൾ, പ്രൗഢിയും പത്രാസുള്ള മരുമകൾ. ഇപ്പം കണ്ടില്ലേ വീടൊക്കെ കിടക്കുന്ന കോലം പറ്റങ്ങട്ടായി. ഒക്കെ നിൻ്റെ ഓരോ. അതെ, എന്നോട് ചിലക്കണ്ട കേട്ടോ, എനിക്ക് ക്യാഷ് ഉണ്ടാക്കാനൊക്കെ അറിയാം. ഭർത്താവിനെ പുല്ലുവില കൽപ്പിച്ചിരിക്കുകയാണ് റഷീദ ഉമ്മ. അതെ, നിങ്ങളെ മരുവോൾ ഒഴിവാക്കാതിരിക്കുക, എന്തേലും കാട്ടിക്കോണം, എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടാ. കാരണം അത്രയും പണ്ടും പൈസയും ഒക്കെ കട്ടുകൊണ്ടായി ആരൊക്കെ എന്തൊക്കെ കാട്ടിക്കണം ആർക്കറിയാം. നിങ്ങളെ മോനും കണക്കാണ്, മരുവോളും കണക്കാണ്. അത്രയും വിലപിടിപ്പുള്ള പണ്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോയി എന്തൊക്കെ തിന്നിക്കണം ആർക്കറിയാം. അത് നീ കണ്ടോ? എടുക്കുന്നത് നീ കണ്ടോ? കണ്ടെങ്കിൽ തെളിവ് വേണം, സാക്ഷി വേണം, അല്ലാതെ വെറുതെ എന്തെങ്കിലും വിളിച്ച് പറയാൻ പറ്റില്ല. എനിക്കിപ്പോൾ എന്തിനാ, എൻ്റെ കൺമുമ്പ് തന്നെയാണ് കണ്ടത്, അല്ലാതെ ഒരിക്കലും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയുന്നല്ല. റഷീദ ഉമ്മ അവിടെയും ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. അതെ, എൻ്റെ കുട്ടി ജയിലിലാണ്. എൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ 78 ലക്ഷം കൊടുത്താൽ, അല്ലെങ്കിൽ ആ ഒരു മഹർ ബോക്സ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുട്ടി രക്ഷപ്പെടും. പക്ഷേ ഇത് എന്തായി എന്ന് അറിയുന്നില്ലല്ലോ. എന്തായാലും വേണ്ടില്ല റബ്ബേ, ദാ ഈ കണ്ട തെങ്ങും തോപ്പും കാര്യങ്ങളും വീടും സ്ഥലം ഒക്കെ ഉണ്ട് എനിക്ക്. അത്രക്കും വലിയ ആസ്തിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. റബ്ബേ, ഞാനിതെല്ലാം വിറ്റിട്ട് എത്രയാണ് ഇതിൻ്റെ ക്യാഷ് എന്ന് വെച്ചാൽ അങ്ങോട്ട് അവൾക്ക് കൊടുക്കും. അല്ല, എന്താ മനുഷ്യൻ നിങ്ങളീ പറയണത്? ഈ വീടും സ്ഥലമൊക്കെ എന്താ പറഞ്ഞത്, വിറ്റിട്ട് കൊടുക്കുന്നോ? ആഹാ, അതിനാരെ പേരിലാണിത്? അങ്ങനെ അങ്ങ് വിറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതെ, അതൊക്കെ എൻ്റെ പേരിലുള്ളതാണ്. അയിമ്മ നിങ്ങൾ തൊട്ട് കളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഗൾഫ് പോയി അധ്വാനിച്ചോളി എന്നുള്ളത്. എന്തിനാണ് നിങ്ങൾക്ക് ഇതൊക്കെ? ഇനി ഉണ്ടാക്കാമല്ലോ, ഇതുപോലെ വേണ്ടായിട്ടില്ലല്ലോ. ആർക്ക് വേണ്ടി, എന്തിന്? ഞാൻ പോറ്റുണ്ടാക്കി എൻ്റെ കുട്ടി ജയിലിൽ കിടക്കണം, ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് അവരെ വീട്ടുകാരെ ആ ഒരു നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ ക്യാഷ് എങ്ങനെയെങ്കിലും കൊടുക്കണം. അത് കഴിഞ്ഞേ ഇനി എനിക്ക് റെസ്റ്റ് ഉള്ളൂ. ഉപ്പ അതിനു വേണ്ടി ഒരുങ്ങിത്തിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല, എൻ്റെ കുട്ടിയെ എനിക്ക് രക്ഷിക്കണം. എനിക്ക് അതേ ഉള്ളൂ ഒരേ ഒരു ലക്ഷ്യം. ആ പിതാവ് തേങ്ങിക്കരഞ്ഞു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.